നമസ്കാരം. പ്രധാന വാർത്തകൾ. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്ത് കേരള വിഷൻ. കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് ബേബി കിറ്റുകൾ നൽകിയത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചേർത്തലയിലെത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K പ്രസാദിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും റിട്ടയർഡ് ജില്ലാ ജഡ്ജുമായ പ്രസന്നകുമാരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാനാണ് പാർട്ടി സെക്രട്ടറി എത്തിയത്. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി വിദ്യാർത്ഥികൾ. പുന്നപ്ര UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ ബോധവൽക്കരണ സന്ദേശം നൽകിയത്. അമച്ചർ നാടകരംഗത്ത് കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ മാടൻ മോക്ഷം നാടക പ്രതിഭകൾക്കും പിന്നണി പ്രവർത്തകർക്കും പുന്നപ്രയുടെ അനുമോദനം. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് സർഗവസന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി H സലാം MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകൾ. കേരള വിഷൻ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ 88ഓളം വരുന്ന സർക്കാർ ആശുപത്രികളിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു. ഇതിന്റെ ഭാഗമായാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ നൽകിയത്. ആദ്യം ജനിക്കുന്ന 50 കുട്ടികൾക്കാണ് കിറ്റുകൾ നൽകുന്നത്. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ആദ്യമായാണ് ബേബി കിറ്റുകൾ നൽകുന്നത്. സാരഥി സെന്റർ ഫോർ എക്സലൻസുമായി സഹകരിച്ചാണ് കിറ്റുകൾ നൽകിയത്. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ബേബി കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥാപനത്തിനും നമ്മുടെ ആസ്പത്രിക്കും അത് കുറേയധികം നമുക്ക് ബാധിക്കാറുണ്ട്. എങ്കിലും ഇന്നിപ്പോൾ ഇങ്ങനെ 50 പേർക്ക് ഉള്ള ഒരു സംരംഭം തന്നതിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, കാര്യം പിറന്നു വീണ കുഞ്ഞിന് അതൊന്നും അറിയില്ല. പക്ഷെ അവരുടേതായിട്ടുള്ള അമ്മമാർക്ക് ഇതുപോലെ ഒരു ആദ്യത്തെ കുട്ടിക്ക് ഒരു കിറ്റ് കിട്ടുമ്പോഴത്തേക്കും അത് വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കേണ്ടവരും അമ്മയ്ക്കന്ന് എന്നും അത് ഓർക്കുവാനായിട്ടുള്ള ഒരു കാര്യവും കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു കാര്യവും ഭാവിയിൽ ഇതെല്ലാം ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾക്കിതൊരു നല്ല സംരംഭമാണ്. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്ന കേരള വിഷന്റെ പ്രോഗ്രാം. കേരള വിഷനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ TV പ്രൊവൈഡേഴ്സ് ആണ് കേരള വിഷൻ. അപ്പൊ ഞങ്ങളുടെ കൺസ്യൂമർ ബേസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏതാണ്ട് പകുതിയോളം വരും, 1.5 കോടിയോളം ആളുകളുമായിട്ടാണ് ഞങ്ങളുടെ കൺസ്യൂമർ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. അത്രയും വലിയ നെറ്റ്വർക്കാണ് കേരള വിഷൻ ഉള്ളത്. അപ്പൊ ഞങ്ങള് ഈ നെറ്റ്വർക്കിൽ ഇത്രയും വലിയ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതോടൊപ്പം ഞങ്ങളുടെ മാധ്യമ സംരംഭങ്ങൾ, ഇപ്പൊ കേരള വിഷൻ ന്യൂസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളിലാണ്. News 24 മലയാളം എന്ന് പറയുന്നത് കേരള വിഷന്റെ പാർട്ടിസിപ്പേഷൻ ഉള്ള ന്യൂസ് ചാനലാണ്. തന്നെയല്ല, ഇപ്പൊ ഇവിടുത്തെ KMC-നെ പോലെ 80ഓളം പ്രാദേശിക വാർത്താ ചാനലുകൾ കേരള വിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അപ്പൊ മാധ്യമരംഗത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് രംഗത്തും ഒക്കെ ഇത്രയും വലിയ നെറ്റ്വർക്ക് ഉള്ള ഒരു സ്ഥാപനമാണ് കേരള വിഷൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളതെല്ലാം ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ, ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ വാർത്താ ചാനലുമായി സഹകരിച്ചുകൊണ്ട് കേരള വിഷൻ കേരളത്തിലെ സാധാരണ കുടുംബങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ, ഇതും സർക്കാർ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നത് പൊതുവെ സാധാരണക്കാരായ ജനങ്ങളാണ്. അപ്പൊ സാധാരണക്കാരായ അവർ സർക്കാർ ഹോസ്പിറ്റലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ബഹുഭൂരിപക്ഷം അമ്മമാർക്കും കുടുംബത്തിനും ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആദ്യമായി ഒരു സമ്മാനം നൽകുക എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമാണ്. ബഹുഭൂരിപക്ഷം പേർക്ക് അത് കഴിയാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ സംബന്ധിച്ച് ഒരു ജനനം എന്ന് പറയുന്നതാണ് പ്രകൃതിയുടെ ഏറ്റവും ആദ്യത്തെ തുടക്കം, കാൽവയ്പ് എന്ന് പറയുന്നത് അല്ലേ. ഒരു എന്തിന്റെയും അതിന്റെ തുടക്കം അതിന്റെ പിറവിയിലാണ് അത് ആരംഭിക്കുന്നത്. പിന്നീടാണ് ജീവിതത്തിന്റെ സ്ട്രഗിളുകളിലൂടെ കടന്നു വന്ന് അതിന്റെ അവസാനത്തിലേക്ക്. SCFE ചെയർമാൻ അഡ്വക്കേറ്റ് NS അരവിന്ദാക്ഷൻ ആദ്യ കിറ്റ് കൈമാറി. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സുജ അലോഷ്യസ് കിറ്റ് ഏറ്റുവാങ്ങി. COA ജില്ലാ സെക്രട്ടറി ഷിബു S, COA സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു, റിട്ടയർഡ് കേണൽ S വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ സ്വാഗതവും ചേർത്തല മേഖലാ സെക്രട്ടറി മധു P നന്ദിയും പറഞ്ഞു.
CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചേർത്തലയിലെത്തി. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K പ്രസാദിന്റെ ഭാര്യയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാനാണ് പാർട്ടി സെക്രട്ടറി എത്തിയത്. വ്യാഴാഴ്ച രാത്രിയാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ K പ്രസാദിന്റെ വീട്ടിൽ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ എത്തിയത്. പ്രസാദിന്റെ ഭാര്യയും റിട്ടയർഡ് ജില്ലാ ജഡ്ജുമായ MK പ്രസന്നകുമാരിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാനാണ് MV ഗോവിന്ദൻ എത്തിയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ബിജു, ദിനേശൻ പുത്തലത്ത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NR ബാബുരാജ്, AM ആരിഫ്, AGS സെക്രട്ടറി B വിനോദ്, മറ്റ് പ്രാദേശിക നേതാക്കളായ PS പുഷ്പരാജ്, PM പ്രമോദ് തുടങ്ങിയവരും നേതാവിനൊപ്പം ഉണ്ടായിരുന്നു. ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെ ബോധവൽക്കരണവുമായി സ്കൂൾ വിദ്യാർത്ഥികൾ പുന്നപ്ര UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ബോധവൽക്കരണ സന്ദേശവുമായി ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരായ സന്ദേശവുമായാണ് കുരുന്ന് വിദ്യാർത്ഥികൾ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിലെത്തിയത്. പുന്നപ്ര UP സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിലുള്ള 32ഓളം വിദ്യാർത്ഥികളാണ് ബോധവൽക്കരണ സന്ദേശം യാത്രക്കാർക്ക് പകർന്നു നൽകിയത്. ലഹരിക്കെതിരായ പ്ലക്കാർഡ് വേണ്ടിയായിരുന്നു വിദ്യാർത്ഥികൾ ബോധവൽക്കരണത്തിന് എത്തിയത്. ആലപ്പുഴ ATO അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ KSRTC അധികൃതർ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. PTA പ്രസിഡന്റ് സനോജ്, MPTA പ്രസിഡന്റ് രമ്യ, പ്രധാന അധ്യാപിക AT ശ്രീലത, അധ്യാപകരായ വിനോദ് രാജൻ, സുരേഷ്, പ്രമോദ് കുമാർ, ഓഫീസ് സ്റ്റാഫ് ദിനേശ് എന്നിവർ നേതൃത്വം നൽകി. മുതിർന്നവർക്കും ലഹരിക്കെതിരെ പോരാടാനുള്ള ഒരു സന്ദേശം നൽകുകയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ കുട്ടികളെ വെച്ചിട്ട് സ്കൂള് ഈ വർഷം എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പരിപാടിയാണ് ലഹരിക്കെതിരെ എന്നുള്ള ബോധവൽക്കരണം. ഇതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ പരിപാടി. ഇപ്പം എല്ലായിടത്തും ലഹരി കച്ചവടമായതുകൊണ്ട് ഞങ്ങൾ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഇപ്പോൾ അതുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരുടെയും ഇത് മാറ്റാൻ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMUവിന്റെ നേതൃത്വത്തിൽ തരിശുനിലത്തിൽ ചെയ്ത കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ആലപ്പുഴ കൊമ്പൻകുഴി പടിഞ്ഞാറ് പാടശേഖരത്ത് നടന്ന കൊയ്ത്തുത്സവം BKMU സംസ്ഥാന പ്രസിഡന്റ് ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചത് ഉള്ള ഭൂമി സംരക്ഷിക്കുക. അതുകൊണ്ടാണ് നമ്മൾ തണ്ണീർത്തട നിയമം കൊണ്ടുവന്നത് 2008. ഭൂമി തരം മാറ്റി മണ്ണിട്ട് നികത്തി അവിടെ വലിയ സൗധങ്ങൾ കെട്ടി ഉയർത്തി നമ്മുടെ കാർഷിക മേഖലയും പാരിസ്ഥിതിക മേഖലയും എല്ലാം തകർത്തുകൊണ്ട് പോകുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഉള്ള ഭൂമിയെങ്കിലും സംരക്ഷിക്കണം. അങ്ങനെയാണ് നമ്മുടെ 2008 തണ്ണീർത്തട നിയമം വരുന്നത്, നെൽവയൽ നീർത്തട നിയമം വരുന്നത്. ഇപ്പം നമ്മൾ ഭക്ഷണം ഇലയിൽ കഴിക്കണമെങ്കിൽ തന്നെ ഇലയില്ല, വാഴക്കൃഷി കുറഞ്ഞു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഉള്ള ഭൂമി, അത് കരഭൂമിയായാലും പാടശേഖരമായാലും അവയെ സംരക്ഷിക്കാനും അത് ഏറ്റെടുത്ത് കൃഷി ചെയ്യാനും നമ്മൾ മുമ്പോട്ട് വരണം. ഇപ്പം നമുക്കറിയാം ധാരാളം കർഷക കൂട്ടായ്മയുടെ നേതൃത്വം നടക്കുന്നു. കൃഷിയിടങ്ങളുടെ വ്യാപ്തി കുറയുകയും ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം കുറയുകയും ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്യുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിനിടയാക്കുമെന്ന് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറും BKMU സംസ്ഥാന പ്രസിഡന്റുമായ ചിറ്റയം ഗോപകുമാർ അഭിപ്രായപ്പെട്ടു. ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർലഭ്യം രാജ്യത്തെ ജനതയെ പട്ടിണി മരണത്തിലേക്ക് തള്ളിവിടുമെന്നും ഇത് ഒഴിവാക്കാൻ നമ്മളും കൃഷിയിലേക്ക് എന്ന കേരള സർക്കാർ മുദ്രാവാക്യം നാടാകെ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംഘാടക സമിതി ചെയർമാൻ R അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ കൺവീനർ A ആബിദ് സ്വാഗതം പറഞ്ഞു. തരിശുകിടന്നിരുന്ന 5 ഏക്കറിലധികം വരുന്ന സർക്കാർ പുറമ്പോക്കിലുള്ള പാടം BKMU ഏറ്റെടുത്ത് കഴിഞ്ഞ ഡിസംബർ 8 മന്ത്രി P പ്രസാദ് വിത്ത് വിതച്ചതിന്റെ കൊയ്ത്തുത്സവമാണ് ഇപ്പോൾ നടന്നത്. ചടങ്ങിൽ AITUC ജില്ലാ പ്രസിഡന്റ് V മോഹൻദാസ്, കയർഫെഡ് വൈസ് പ്രസിഡന്റ് R സുരേഷ്, AITUC ജില്ലാ സെക്രട്ടറി DP മധു, ആലപ്പുഴ കൃഷി ഓഫീസർ സീതാരാമൻ, BKMU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ B ലാലി, T പ്രസാദ്, കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് B അൻസാരി, CPI ആലപ്പുഴ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം B നസീർ, പാടശേഖരം പ്രസിഡന്റ് ഫിലിപ്പ് ചാണ്ടി, പാടശേഖരം സെക്രട്ടറി V വിനേഷ്, മറ്റ് കർഷക തൊഴിലാളികൾ, നാട്ടുകാർ തുടങ്ങിയവരും കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ 18 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 16-ാം വാർഡിലെ വടക്കേത്തയ്യിൽ 20-ാം നമ്പർ അംഗൻവാടിയാണ് നാടിന് സമർപ്പിച്ചത്. വടക്കേത്തയ്യിൽ വീട്ടിൽ മൈക്കിൾ ലേനി സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത്. H സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ഡലത്തിലെ ഏതെല്ലാം അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലമുണ്ടല്ലോ, വാടക കെട്ടിടത്തിൽ പോകുന്ന ഏതെല്ലാമാണ് സ്വന്തമായി ഉള്ള ഏതൊക്കെ അംഗനവാടിയാണ് ഒന്ന് കണക്കെല്ലാം എടുത്ത് അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചൊരു കാര്യം, സ്വന്തമായി സ്ഥലമുള്ള എല്ലാ അംഗനവാടിക്കും പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാണ്.
വാടകയ്ക്കുള്ളതിന്റെ എല്ലാം മാറ്റി സ്വന്തമായി കെട്ടിടം നിർമ്മിക്കണം എന്നാണ് തീരുമാനിച്ചത്. അതിനുവേണ്ടി പഞ്ചായത്ത് പണം വയ്ക്കാൻ പറ്റുന്ന പഞ്ചായത്ത് പൈസ മാറ്റി വെച്ചു. ജില്ലാ പഞ്ചായത്ത് പണം മാറ്റി വയ്ക്കാൻ പറ്റും ജില്ലാ പഞ്ചായത്ത് മാറ്റി വെച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ചിലതിന് പൈസ മാറ്റി വെച്ചു. ബാക്കി MLA ഫണ്ട് എന്ന നിലയിൽ ഞാനും കുറെ അധികം പൈസ മാറ്റി വെച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അത് പൂർത്തിയാക്കണം എന്ന നിലയ്ക്കാണ് നമ്മളിപ്പോൾ ആലോചിച്ചൊരു കാര്യം. അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ മണ്ഡലത്തിൽ നടപ്പാക്കിയതിന്റെ ഭാഗമായി ഇവിടെ ഇപ്പോൾ ഗീതയുടെ ഡിവിഷനിലെ ഗീതാബാബുവിന്റെ ഡിവിഷനിലെ ഇവിടെയും അപ്പുറത്തെ പഞ്ചായത്തുമായി 3 അംഗനവാടിക്ക് പൈസ കൊടുത്തു അല്ലേ. MLA ഫണ്ട് ഇതുവരെ പൂർത്തിയാക്കിയത് 7 പൂർത്തിയാക്കി. ഇക്കൊല്ലം 20 ലക്ഷം രൂപ വെച്ചിട്ട് 1 കോടി രൂപ 5 അംഗനവാടി നിർമ്മിക്കാൻ വേണ്ടിയുള്ള പൈസ ഈ വർഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് ബാക്കി പൂർത്തിയാക്കാൻ കഴിയും. അംഗനവാടിക്ക് സമീപം ചേർന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷൻ TS താഹ, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, വൈസ് പ്രസിഡന്റ് AP സരിത, സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ പ്രസന്നൻ, അജിത ശശി, പഞ്ചായത്ത് അംഗം വിശാഖ വിജയൻ, സെക്രട്ടറി K സുജാത, അംഗനവാടി വർക്കർ സുമ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലൈഫ് പദ്ധതിക്ക് മുൻതൂക്കം നൽകി മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനാഭായ് ടീച്ചറിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് CC ഷിബു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വീടെന്നത് ഒരു ആളിൻ്റെ സ്വപ്നമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ 8 വർഷക്കാലമായി 5 ലക്ഷത്തിൽ പരം വീടുകളാണ് ലൈഫ് എന്ന ഭവന പദ്ധതിയിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ നമ്മുടെ ഭരണസമിതി വന്ന ശേഷം ലൈഫിൻ്റെ ഭവന പദ്ധതി ഏതാണ്ട് 600 സംതിങ് ആളുകളാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. ആദ്യത്തെ 250 പേർക്ക്, മത്സ്യത്തൊഴിലാളി SC ST അടക്കമുള്ള ആദ്യത്തെ 250 പേർക്ക് നമുക്ക് വീട് കൊടുക്കാൻ കഴിയും. ഈ വർഷം നമ്മൾ ലോൺ അടക്കമുള്ള വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോൺ അടക്കം എടുത്തുകൊണ്ട് ഒരു 250 വീടിന് കൂടി കൊടുക്കാൻ കഴിയുന്ന നിലയിൽ 10 കോടി രൂപയാണ് ഈ വർഷം നമ്മൾ ബജറ്റിൽ മാറ്റിയിരിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ 250 വീടുകൾക്കായി 10 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. നടത്തിപ്പ് സാമ്പത്തിക വർഷത്തിൽ 43 കോടിയോളം വരവും 42 കോടിയോളം ചിലവും 2 കോടിയോളം മിച്ചം വരുന്നതുമായ ബജറ്റിൽ ഉൽപാദന മേഖലയിൽ 13 കോടിയോളം രൂപയും സേവന മേഖലയിൽ 34 കോടിയോളം രൂപയും പശ്ചാത്തല മേഖലയിൽ 85,55,50,000 രൂപയും വിവിധ മേഖലകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ഈ നിലയിൽ വരുന്ന വർഷം പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് K സുദർശഭായ്, വൈസ് പ്രസിഡന്റ് CC ഷിബു എന്നിവർ അറിയിച്ചു. പ്രീത N, TS സുഖലാൽ, P രത്നമ്മ, N ശൈലജ, സെക്രട്ടറി ബിജി S, അക്കൗണ്ടന്റ് നിസാർ എന്നിവർ പങ്കെടുത്തു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് പ്രശസ്തമായ ദളവാക്കുളം സ്ഥിതി ചെയ്യുന്നത്. ദളവ കുത്തിയ കുളമാണ് പിന്നീട് ദളവാക്കുളമായി മാറിയത്. ഇതിന് പിന്നിൽ ഒരു കഥയുമുണ്ട്. ഒരു റിപ്പോർട്ട് കാണാം. ഇത് ദളവാക്കുളം 1754 രാമയ്യൻ ദളവ നമ്പൂതിരിമാരല്ലാത്ത സവർണർക്ക് വേണ്ടി കുത്തിയ കുളമായിരുന്നത്രേ ഇവിടം. ഇതിന് പിന്നിൽ ഒരു ഐതിഹാസികമായ കഥ കൂടിയുണ്ട്. വൈക്കത്തിനടുത്തുള്ള വടക്കേമുറി, വടയാർ, തലയോലപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഈഴവ പ്രമാണിമാർക്ക് മാർത്താണ്ഡവർമ്മയാണ് തണ്ടാർ എന്ന നാമവും നാമമാത്രമായ അവകാശങ്ങളും നൽകുന്നത്. ക്ഷേത്രത്തിലെ കൊടിക്കയർ, വിറക്, പൂക്കൾ എന്നിവ കൊണ്ടുചെല്ലാനുള്ള അവകാശമാണ് ഇവർക്ക് ലഭിച്ചത്. കാലങ്ങൾ കടന്നുപോയപ്പോൾ വേലുത്തമ്പിയുടെ ഭരണകാലം ആരംഭിക്കുകയും ഈ അവകാശങ്ങൾ ഇവർക്ക് നിഷേധിക്കാൻ തുടങ്ങുകയും ചെയ്തു. തുടർന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു. നിരവധി പേർ വടക്കേ നടവഴി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. സർവാധികാരിയായ കുഞ്ചുകുട്ടിപ്പിള്ള, കുതിരപ്പട്ടാളത്ത് വഹിക്കുന്ന കുതിരപക്ഷി, തിരുവിതാംകൂർ സൈന്യാധിപനായ വൈക്കം പത്മനാഭപിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരുടെ തല പണ്ട് രാമയ്യൻ ദളവ കുത്തിയ കുളത്തിലെറിഞ്ഞുവെന്നും അത് മണ്ണിട്ട് മൂടി ആ കുളം പിൽക്കാലത്ത് വൈക്കം കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന ദളവാക്കുളം ബസ് സ്റ്റാൻഡായി മാറിയെന്നുമാണ് കഥ. ദളവാക്കുളം സംഭവം നമ്മൾ കേട്ടിട്ട് മാത്രമുള്ളൊരു കാര്യമാണ്. ഇത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്ന ഒരാൾ എന്ന നിലയിൽ സാറിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയും.
തീർച്ചയായിട്ടും ദളവാക്കുളം സംഭവം നടന്നിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഒരു 200 വർഷത്തിന് മേലായിട്ട് വൈക്കത്തെ ജനങ്ങളാകെ ദളവാക്കുളം സംഭവം എന്ന് നിരന്തരം പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ പൂർവികർ വാമൊഴിയായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സംഭവം നടക്കാതെ ഒരു ജനത മുഴുവൻ എപ്പോഴും ദളവാക്കുളം എന്ന് പറയത്തില്ല. അപ്പോൾ കഴിഞ്ഞ 200 വർഷമായിട്ട് നടന്ന സംഭവങ്ങൾ കഴിഞ്ഞൊരു 10-15 വർഷക്കാലമായിട്ട് ദളവാക്കുളം സംഭവം നടന്നിട്ടില്ല എന്നൊരു വാദം ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. 1802 വേലുത്തമ്പിയുടെ ടൈം എന്ന് പറയുന്ന 1801 മുതൽ 9 വരെയാണ്. ആ കാലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. വടയാറ്റുകാരായിട്ടുള്ള ഈഴവ പ്രമാണിമാരുടെ നേതൃത്വത്തിൽ അത് വടക്കേമുറി വില്ലേജ്, കുലശേഖരമംഗലം, തലയോലപ്പറമ്പ്, അതുപോലെ തന്നെ വല്ലകം ഭാഗം അവിടെയുള്ള ഈഴവരായിട്ടുള്ള അവരുടെ മേൽസ്ഥാനീയരായിട്ടുള്ള പണിക്കർ, അതായത് തണ്ടാർ വിഭാഗങ്ങൾ, അവർക്ക് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ അവർക്ക് സ്ഥാനങ്ങൾ കൊടുത്തിരുന്നു. ആ സ്ഥാനങ്ങൾ കൊടുത്തതുകൂടെ അവർക്ക് ചില നാമമാത്ര അവകാശങ്ങൾ അന്ന് മഹാക്ഷേത്രങ്ങളിൽ കൊടുത്തിരുന്നു. അത് പിൽക്കാലത്ത് നിഷേധിക്കപ്പെട്ടപ്പോൾ അതിനെതിരായിട്ടുണ്ടായ പ്രതിഷേധം സമരമായിരുന്നു ഈ നടന്ന സമരം. ആ സമരത്തിൽ നിരവധി ആൾക്കാർ വധിക്കപ്പെട്ടു. ആ വധിക്കപ്പെട്ട സ്ഥലത്താണ് ഇന്ന് നാം നിൽക്കുന്നത്. കാലങ്ങൾക്ക് ശേഷം ഇന്നിവിടെ വൈക്കം നഗരസഭയുടെ ബസ് സ്റ്റാൻഡായി മാറിക്കഴിഞ്ഞു. വൈക്കത്ത് നിന്നും ക്യാമറമാൻ ജിത്തുവിനൊപ്പം ശരണ്യ, KMC ന്യൂസ്. അമച്ചർ നാടകരംഗത്ത് കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ മാടൻ മോക്ഷം എന്ന നാടകത്തിന്റെ പിന്നണി പ്രവർത്തകർക്കും നാടക പ്രതിഭകൾക്കും പുന്നപ്രയുടെ അനുമോദനം. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് സർഗവസന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തെയും മനസ്സിനെയും വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ട അനിവാര്യമായ കാര്യമാണ് പലപ്പോഴും നമ്മുടെ സമൂഹം കണക്കാക്കുന്നില്ല എന്ന് കാണുന്നു. മനുഷ്യന്റെ വിശേഷത്തിൽ കേരളം പോലെയുള്ള സംസ്ഥാനത്തിലെ മനുഷ്യർക്ക് സാമൂഹികമായി ജീവിത പുരോഗതി സൃഷ്ടിക്കാൻ കഴിയുന്നത് ഈ നാടിന്റെ പോയകാല ചരിത്രത്തെ നല്ലതുപോലെ മനസ്സിലാക്കി ആ ചരിത്ര വഴികളിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന കേരളം ഇന്ന് കാണുന്ന കേരളമായി മാറിയത്. സവർണതയുടെ അധിനിവേശത്തിൽ അസ്തിത്വം നഷ്ടമാകുന്ന കീഴാള ജനതയുടെ കഥ പറയുന്ന ജയമോഹൻ രചിച്ച മാടൻ മോക്ഷം എന്ന നോവലിനെ അടിസ്ഥാനമായി രാജേന്ദ്രൻ നീലേശ്വരം കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ രചിച്ച നാടകത്തിന് മികച്ച നാടകം, പ്രമോദ് വെളിയനാടിന് മികച്ച നടൻ, ജോബ് മഠത്തിൽ മികച്ച സംവിധായകൻ എന്നീ പുരസ്കാരങ്ങളാണ് നേടാനായത്. K. മോഹൻകുമാർ പ്രസിഡന്റും KB അജയകുമാർ സെക്രട്ടറിയുമായ പുന്നപ്ര മരുതൻ തിയേറ്റർ ഗ്രൂപ്പിന്റെ രണ്ടാമത് നാടകമായ മാടൻ മോക്ഷത്തിലൂടെ ജില്ലയ്ക്ക് മികച്ച അമച്ചർ നാടകത്തിനുള്ള പ്രഥമ അവാർഡാണ് നേടാനായത്. ഒപ്പം 38 വർഷത്തിനു ശേഷം ജില്ലയ്ക്ക് മികച്ച നടൻ എന്ന പുരസ്കാരവും സിനിമാ താരം കൂടിയായ പ്രമോദ് വെളിയനാട് ഇതിലൂടെ സ്വന്തമാക്കി. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പുന്നപ്ര ജ്യോതികുമാർ, ഗുരുപൂജ അവാർഡ് ജേതാവ് പറവൂർ അംബുജാക്ഷൻ, അഗ്നിരക്ഷാസേനയുടെ വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ മനോജ്, നാഷണൽ കുംഫു സ്വർണ്ണ മെഡൽ ചാമ്പ്യൻ സ്നേഹാജി, സിൽവർ മെഡൽ ചാമ്പ്യൻ നിരഞ്ജന, പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ കൃഷ്ണൻ ആർ ശരത്, റോവിംഗ് ചാമ്പ്യൻ അതിഥി സാബു, ബാസ്കറ്റ്ബോൾ പ്ലെയർ അശ്വിൻ കൃഷ്ണ തുടങ്ങി നിരവധി അവാർഡ് ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. പ്രശസ്ത സിനിമാ താരം മണികണ്ഠൻ ആചാരി മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത ശശി, ജയ പ്രസന്നൻ, R. വിനോദ്, മറ്റ് അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ പല വേദികളും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ നോട്ടീസൊക്കെ എടുത്തു, പക്ഷേ എനിക്കത് കേരള നഴ്സിംഗ് കൗൺസിൽ ഇലക്ഷന് മുന്നോടിയായി പ്രോഗ്രസീവ് നഴ്സസ് ഫോറം ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നടന്ന കൺവെൻഷൻ CITU ദേശീയ കൗൺസിൽ അംഗം R. നാസർ ഉദ്ഘാടനം ചെയ്തു. ഇത് ലോകത്ത് 142 രാജ്യങ്ങളിൽ നമ്മുടെ നഴ്സുമാർ പണിയെടുക്കുന്നു. 1-2 രാജ്യത്തല്ല. അത് വലിയ വികസിത രാജ്യങ്ങൾ മാത്രമല്ല, 3-4 രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലും ഒക്കെ പോയി പണിയെടുക്കുന്നു. നഴ്സിംഗ് ദക്ഷിണാഫ്രിക്കയിൽ അവിടെ എല്ലാം പോയി പണിയെടുക്കുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർ അവർക്ക് ഡിമാൻഡ് വന്നത് എന്തുകൊണ്ടാണ്? അവർ ശരിയായ രൂപത്തിൽ യാതൊരു ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന
വിഭാഗത്തിൽ നഴ്സുമാർക്ക് ഏറ്റവും മിടുക്കികളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ നഴ്സിംഗ് മേഖലയെ നമ്മൾ മറ്റ് മേഖലയെ വളർത്തിയെടുക്കുന്ന പോലെ തന്നെ നല്ല രൂപത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് വരാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ എത്ര കുടുംബങ്ങളാണ് ഈ വിദേശത്ത് പോയി പണിയെടുത്ത് എത്ര കുടുംബങ്ങളെയാണ് നമ്മൾ ഇവിടെ സംരക്ഷിക്കുന്നത് എന്ന് മാത്രമല്ല, അവരിൽ പലരും വിദേശ രാജ്യങ്ങളിൽ പോയി നല്ലപോലെ പണിയെടുത്ത് നല്ല ആസ്തിയുള്ളത്, പലരും അവിടെയാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. സെറ്റിൽ ചെയ്തവർ തന്നെ വല്ല ആസ്തി, നല്ല സമ്പത്ത് ഉള്ളവരായി മാറിയിട്ടുള്ളത്. അവരിൽ പലരുമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വരാനും ഈ കേരളത്തിൽ പണം നിക്ഷേപിക്കാനും ഒക്കെ തയ്യാറായി വന്നു. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. സ്ഥാനാർത്ഥികളായ KGNA സംസ്ഥാന സെക്രട്ടറി L ദീപ, KNU ജില്ലാ സെക്രട്ടറി നിഷ സൂസൻ ഡാനിയൽ തുടങ്ങിയവർ സംസാരിച്ചു. KGNA ജില്ലാ സെക്രട്ടറി ലെവിൻ കെ ഷാജി അധ്യക്ഷനായ കൺവെൻഷനിൽ FSCTO ജില്ലാ സെക്രട്ടറി C സിലീഷ് സ്വാഗതവും KGOA ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് റഫീഖ് നന്ദിയും പറഞ്ഞു. പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ച് വൈസ് പ്രസിഡന്റ് KE കുഞ്ഞുമോൻ. ഭവന നിർമ്മാണത്തിനും പശ്ചാത്തല മേഖല വികസനത്തിനും മുൻതൂക്കം നൽകുന്നതാണ് പഞ്ചായത്ത് ബഡ്ജറ്റ്. നമ്മൾ നികുതി വരുമാനമായിട്ട് ഉദ്ദേശിക്കുന്നത് 96 ലക്ഷം രൂപയും നികുതി ഇതര വരുമാനം 67,62,000 രൂപയുമാണ്. അങ്ങനെ ആകെ തനത് ഫണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,63,62,000 രൂപയാണ്. നമുക്ക് ജനറൽ പർപ്പസ് ഫണ്ടായിട്ട് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് 2,20,55,000 രൂപയാണ്. വരവ് 66,22,91,987 രൂപ വരവും ചെലവ് 35,91,87,500 രൂപ ചെലവും നീക്കിയിരിപ്പുള്ളത് 31,44,487 രൂപ നീക്കിയിരിപ്പുമാണ് ഉള്ള ബഡ്ജറ്റാണ്. ഭവന നിർമ്മാണത്തിനും പശ്ചാത്തല വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. 36 കോടി രൂപയിൽ പരം വരവും 35 കോടിയോളം ചെലവും 31 ലക്ഷത്തോളം രൂപ നീക്കിയിരിപ്പുമുള്ളതാണ് ബജറ്റ്. 157 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിന് 65 കോടിയോളവും പശ്ചാത്തല മേഖല വികസനത്തിന് 20 കോടിയോളവുമാണ് ബജറ്റിൽ വകയിരുത്തുന്നത്. റോഡുകൾ പുനർനിർമ്മിക്കുന്നതിന് 1 കോടിയോളവും കാർഷിക മേഖലയ്ക്ക് 33 ലക്ഷത്തോളവും മൃഗസംരക്ഷണ മേഖലയ്ക്ക് 50 ലക്ഷത്തോളവും രൂപയാണ് വകയിരുത്തുന്നത്. വൈസ് പ്രസിഡന്റ് KE കുഞ്ഞുമോൻ അവതരിപ്പിച്ച ബജറ്റിൽ പ്രസിഡന്റ് രാഗിണി രമണൻ അധ്യക്ഷയായി. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രജിത, ജില്ലാ പഞ്ചായത്ത് അംഗം ബിനിത പ്രമോദ്, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ രാജേഷ് വിവേകാനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു. വെറ്ററിനറി ഡോക്ടർ ചമഞ്ഞ ചേർത്തല സ്വദേശിയായ കർഷകനോട് പണം ആവശ്യപ്പെട്ടയാൾ പിടിയിലായി. കോട്ടയം സ്വദേശി റെന്യൂ മാത്യു ആണ് അറസ്റ്റിലായത്. പക്ഷികളെ ശാസ്ത്രീയമായി കൊന്നൊടുക്കിയതിന് കർഷകർക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്തതിന് പ്രത്യുപകാരമായി ഗൂഗിൾ പേ വഴി 2000 രൂപ നൽകാൻ സംസ്ഥാന മൃഗസംരക്ഷണ ഓഫീസറുടെ പേരിൽ ആൾമാറാട്ടം നടത്തിയ കോട്ടയം പനച്ചിക്കാട് പാത്താമുട്ടം മാളികക്കടവ് പ്ലാത്തറയിൽ വീട്ടിൽ റെന്യൂ മാത്യു ആണ് അറസ്റ്റിലായത്. കൂട്ടുപ്രതി കോട്ടയം കുറിച്ചി സ്വദേശിക്ക് വേണ്ടി തെരച്ചിൽ തുടങ്ങി. ചേർത്തല വെട്ടയ്ക്കൽ സ്വദേശിയായ കോഴി കാട കർഷകനിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനാണ് പ്രതി പിടിയിലായത്. കവയത്രി ചേർത്തല ലീല രാമചന്ദ്രന്റെ നങ്ങേലിയാണിവൾ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ചേർത്തല കനൽ ബുക്സിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ കനൽ ബുക്സ് എഡിറ്റർ CN ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ലീല രാമചന്ദ്രന്റെ നങ്ങേലി എന്ന് പറയുന്നതായിട്ടുള്ള ആ കവിതാ സമാഹാരം 35 കവിതകൾ ചേർന്നിട്ടുള്ളതായിട്ടുള്ള ആ കവിതാ സമാഹാരം വായിച്ചപ്പോഴത്തേക്കും വളരെയധികം സന്തോഷം തന്നെ തോന്നിയ ഒരു സമയമായിരുന്നു. ഇതിനു മുമ്പും നമ്മൾ നയാഗ്ര എന്ന പുസ്തക പ്രകാശനത്തിലും കടൽ എന്ന പുസ്തക പ്രകാശനത്തിലും എല്ലാം പങ്കെടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും 2021-2022 കാലയളവിൽ പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടുവാനും സാധിച്ചിട്ടുള്ള 2 പുസ്തകങ്ങളാണ്.
അത് തന്നെയായിരിക്കും ഇപ്പോൾ ഈ പുസ്തകത്തിനും കിട്ടാൻ പോകുന്നത്. സത്യത്തിൽ നങ്ങേലി എന്ന് പറയുന്നതായിട്ടുള്ള കഥാപാത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ പലരും പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് വെറും കെട്ടുകഥയാണെന്നുള്ളത്. പക്ഷെ അത് യാഥാർത്ഥ്യമാണെന്ന് എന്നെ പോലുള്ളവർ പറയും. കാരണം അവരുടേതായിട്ടുള്ള അടുത്ത തലമുറ എൻ്റെ വീടിൻ്റെ വടക്കുവശത്ത് താമസിക്കുന്നുണ്ട്. ഞങ്ങളിവിടുന്ന് 1-2 പേര് സാറും ഞങ്ങളൊക്കെ കൂടി അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. യോഗത്തിൽ ബിച്ചു എക്സ് മലയിൽ നങ്ങേലിയാനിവൾ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. നഗരസഭാ കൗൺസിലർ AS സാബു പുസ്തകം ഏറ്റുവാങ്ങി. നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ സാഹിത്യകാരൻ P സുകുമാരൻ വയലാറിനെയും സാഹിത്യകാരി മീനാക്ഷിയമ്മയെയും ആദരിച്ചു. വിനയകുമാർ തുറവൂർ പുസ്തക പരിചയം നടത്തി. ആലപ്പി ഋഷികേശ്, സുരേഷ് കുമാർ പള്ളിത്തോട്, പ്രസാദ് തുറവൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. TV ഹരികുമാർ സ്വാഗതവും ജയചന്ദ്രൻ പാണാവള്ളി നന്ദിയും പറഞ്ഞു. അറിയിപ്പ്: സൺ ഔട്ടേജ് എന്ന പ്രതിഭാസം മൂലം മാർച്ച് 26 വരെ ചില ചാനലുകളുടെ സംപ്രേഷണത്തിൽ ഭാഗികമായി തടസ്സം നേരിടുവാൻ സാധ്യതയുണ്ട്. മാന്യ പ്രേക്ഷകർ സഹകരിക്കുക. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായി എംപ്ലോയബിലിറ്റി സെന്ററും നാഷണൽ കരിയർ സർവീസും സംയുക്തമായി മാർച്ച് 15-ന് പ്രയുക്തി തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. തൊഴിൽ മേളയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ അന്നേ ദിവസം രാവിലെ 8:30-ന് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 047722306024 830405775 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്ത കേരള വിഷൻ. കേരള വിഷന്റെ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് ബേബി കിറ്റുകൾ നൽകിയത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചേർത്തലയിലെത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K പ്രസാദിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും റിട്ടയർഡ് ജില്ലാ ജഡ്ജുമായ പ്രസന്നകുമാരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാനാണ് പാർട്ടി സെക്രട്ടറി എത്തിയത്. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി വിദ്യാർത്ഥികൾ. പുന്നപ്ര UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ ബോധവൽക്കരണ സന്ദേശം നൽകിയത്. അമച്ചർ നാടകരംഗത്ത് കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ മാടൻ മോക്ഷം നാടക പ്രതിഭകൾക്കും പിന്നണി പ്രവർത്തകർക്കും പുന്നപ്രയുടെ അനുമോദനം. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് സർഗവസന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.